നാട്ടിലുള്ള ആനകൾക്കൊക്കെ പേരിടുന്ന പോലെയാണ് ഈ സീരിയലിലെ വില്ലത്തിമാരായ അമ്മായിയമ്മമാർക്കൊക്കെ പേരിടുന്നത്. ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് അടയാളപ്പെടുത്തുക കാലം ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന നേരം. നമ്മൾ മലയാളികളെല്ലാം കാത്തിരുന്ന വാർത്ത എത്തുകയാണ്. കണ്ണീർ സീരിയലുകൾക്ക് കത്രിക വീഴാൻ പോവുകയാണ്. ഇതിനെ സെൻസർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വനിതാ കമ്മീഷൻ എത്തുന്നതാണ്. നിലവിലെ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇതുപോലുള്ള സീരിയലുകൾക്ക് ഒരു കത്രിക പൂട്ടിയിടുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിൽ ഇന്നത്തെ സീരിയലുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത് ഞാൻ ജസ്റ്റ് ആ വാർത്ത വായിച്ച് കേൾപ്പിച്ചു തരാം. മെഗാ സീരിയൽ നിരോധിക്കണം, ഒരു ദിവസം ഒരു ചാനൽ 2 സീരിയലുകൾ മതി, സീരിയലുകൾ സെൻസർ ചെയ്യാൻ വനിതാ കമ്മീഷൻ ശുപാർശ. ഈ അടുത്ത കാലത്ത് കേട്ടത് വെച്ച് ഇത്രയും സുന്ദരമായ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 99.99% ആൾക്കാരും ഈ അഭിപ്രായത്തെ യോജിക്കുന്നവരായിരിക്കും. സീരിയലുകളുടെ സെൻസറിങ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപീകരിക്കുകയോ വേണമെന്ന് വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 13 മുതൽ 19 വയസ്സുകാരായ 400 പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത്. പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് 43% പേർ കുറ്റപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഇവര് സീരിയൽ കാണാത്തവർ വല്ലതും ആണോ, അല്ലെങ്കിൽ കണ്ടിട്ട് എന്ത് വിവരക്കേടാണെന്ന് വിചാരിക്കുന്നവരായിരിക്കും കൂടുതലും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചിമാരാരും ഇതിന്റെ അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ചേച്ചിമാരാരും ഇതിനെ നെഗറ്റീവായിട്ട് പറയുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 6-6:30 രാത്രിയാകുമ്പോൾ തുടങ്ങുന്ന പരിപാടി ഒരു 10 മണി വരെ ഉണ്ട്. പിറ്റേന്ന് ഒരു 4 മണിക്ക്, വൈകിട്ട് 4 മണിക്ക് ഉച്ചയ്ക്കും ഒക്കെ ഇതിന്റെ റീടെലികാസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ചേച്ചിമാരെന്തായാലും സീരിയലിനെ കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വെളിവും ബോധമുള്ള ആരൊക്കെയോ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 43% ആൾക്കാരാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരണമെന്ന് 57% പേരും അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ്. കഥാപാത്രങ്ങളെ കുട്ടികളടക്കം അനുകരിക്കുന്നതായും പഠനം കണ്ടെത്തി. കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കവാറും നെഗറ്റീവ് റോളിലാണ്. യാഥാർത്ഥ്യബോധമുള്ള കഥകൾ കുറവാണ്. ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നത് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും അവരുടെ ഒരു സൊസൈറ്റി തന്നെ ബാധിക്കുന്നുള്ള രീതി പറയുന്നത്. 2017 മുതൽ 22 വരെയുള്ള വിവിധ മേഖലകളിൽ പ്രദർശനത്തെ പറ്റിയാണ് കമ്മീഷൻ പഠിച്ചത്. എന്തായാലും ഇത് നടപ്പിലാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എളുപ്പം നടപ്പിലാക്കണം. ഇമാതിരി കുറെ കാട്ടിക്കൂട്ട് സീരിയലുകളുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബോഡി ഷെയിമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കാണാതിരിക്കും നമ്മൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സീരിയലുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പം യൂട്യൂബൊക്കെ നോക്കാനായിട്ട് ഇതിന്റെ പ്രമോ വരും, അല്ലെങ്കിൽ ട്രോളും, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കാൻ നേരത്തെ TV ഇതിന്റെ പ്രമോ ഒക്കെ വരുമ്പോൾ ഇത് കണ്ടു നോക്കണം. ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഇല്ലേ, ഇത് നമ്മുടെ ഹൈവേയിലൂടെ പോകുന്ന പോലെയാണ് ഈ നിലവിലത്തെ സീരിയൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കല്യാണങ്ങൾ കാണിക്കുക. ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോകുന്ന ഒരു ഡിസ്പ്ലേ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് വസ്ത്രങ്ങളൊക്കെ. ഇതുപോലെ കുറെ ആൾക്കാർ സീരിയലിനകത്ത് നിൽക്കുക. ഇവരൊക്കെ ഇവിടുന്ന് കൊണ്ടുവരുന്ന ഈ ഓർണമെന്റ്സ് ഒന്നും എനിക്കറിയത്തില്ല. ഈ കളർഫുൾ സാരി ഓർണമെന്റ്സ് നമ്മൾ ഏതെങ്കിലും മാർവാടി കല്യാണത്തിന് പോയാൽ എങ്ങനെ ഇരിക്കും, ഹിന്ദി സിനിമയ്ക്കകത്ത് കാണുന്ന പോലെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള സീരിയലുകളൊക്കെ ചേച്ചിമാരൊക്കെ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് കണ്ണ് ഉളപ്പിച്ച് കാണിക്കുക. എന്നിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ആനകൾക്കൊക്കെ പേരിടുന്ന പോലെയാണ് ഈ സീരിയലിലെ വില്ലത്തിമാരായ അമ്മായിയമ്മമാർക്കൊക്കെ പേരിടുന്നത്. ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് അഖിലാണ്ടേശ്വരി. അങ്ങനെ കുറെ പേരും ബഹളവും ഒക്കെ ആയിട്ട് ഒരു കട്ടക്കരിപ്പ്, ഒരു അമ്മായിയമ്മ, ഒരു പാവം പിടിച്ച ഭർത്താവും, കുറെ വീട്ടുകാരും, ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ഏത് വെളിവില്ലാത്തവനാണെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ബോറാണ് നിലവിലെ സീരിയൽ. അത്രയ്ക്ക് ബോറാണ്. എന്തൊക്കെ കഥയാണെന്നറിയും. ഈ ലോങ് ആയിട്ടുള്ള സീരിയലുണ്ടോ, ഇത് നിരോധിക്കണം. സത്യമാണ്. ഇതുകൊണ്ടാണ് ഓരോ സീരിയലിനകത്ത് ഓരോ അവീതം, ഓരോ കഥ, ഓരോ പാഷാണം കൊടുക്കുക, അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുക. ഇതെല്ലാം നമുക്ക് സഹിക്കാം. സീരിയലിനകത്ത് ഇവരിടുന്ന ഓർണമെന്റ്സ്, ആ ഓവർ ആക്ടിങ്, ബഹളം, അതെല്ലാം നമുക്ക് സഹിക്കാം. നമ്മുടെ നാട്ടിൽ സിവിൽ സർവീസ് പോലുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് ജോലികളുണ്ട്. ഇതൊക്കെ ഈ സീരിയൽ കാണാൻ നേരത്ത് ഈ IAS, IPS ഒക്കെ കാണാൻ നേരത്തുണ്ടല്ലേ കലിപ്പ് വരും സീരിയലുകളിൽ. എന്ത് വിവരക്കേടാണ്. ഒരു ദിവസം ഇരുന്ന് പഠിച്ച് പിറ്റേ ദിവസം IPS IAS, എന്നിട്ട് കളക്ടർ പോയിട്ട് ഒരു ക്ലർക്കിന്റെ ജോലി ചെയ്യുക, എന്നിട്ട് ഒരു JCBക്കകത്തിരുന്ന് JCB ഓടിക്കുക, ബഹളം വെക്കുക, ഷോ കാണിക്കുക, എന്നിട്ട് IPS കാരനും നെഗറ്റീവ് റോളിലേക്ക് വരിക, തിരുവനന്തപുരം മേയർ നെഗറ്റീവ് റോളിലേക്ക് വരിക, അവിടുത്തെ ഒരു കളക്ടർ പോസിറ്റീവ് റോളിലേക്ക് വരിക. എന്നിട്ട് അങ്ങ് കാട്ടിക്കൂട്ടലാണ് കാണിക്കുന്നത്. കാട്ടിക്കൂട്ടൽ എന്നൊക്കെ വെച്ചാൽ എന്തുവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ചില ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ IPS IAS അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയൊക്കെ എഴുതി മേടിക്കുന്നത് ഈ ചേച്ചിമാരെ TV കാണുന്ന പോലെ അങ്ങോട്ട് കണ്ണടച്ച് ഒറ്റ ദിവസം കണ്ണ് തുറക്കുന്ന പോലെ പെട്ടെന്ന് കിട്ടുന്ന എന്തോ ഒരു സംഭവമാണെന്നും നാട്ടിലെ ക്ലർക്ക് ചെയ്യേണ്ട ജോലിയാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ നാട്ടിലെ ചില ചേച്ചിമാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. IPSന്റെ മുദ്ര വെച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് പരദൂഷണം പറയും. അയ്യോ, ഒരു സീരിയലിനകത്ത് ഞാൻ കണ്ടെന്താന്ന് വെച്ചാല്
ഒരു പയ്യൻ ഇങ്ങനെ ഇരിക്കുന്ന, അപ്പം അകത്തുനിന്ന് IPS ആണോ IAS ആണോ അറിയത്തില്ല, ഒരു പെണ്ണ് വരുന്നു, വേറൊരു പെണ്ണ് വരുന്നു, ഇവർ രണ്ടിനും കൂടെ ഈ പയ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. പൈങ്കിളി എന്ന് പറഞ്ഞാൽ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എവിടെയെങ്കിലും കയറിയിട്ട് അവർ നല്ല പൊക്കത്തിൽ നിന്ന് ചാടി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരും. നമ്മുടെ നാട്ടിലുള്ള ചേച്ചിമാരുടെയൊക്കെ ഇപ്പം വിചാരം ഈ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന്. ഈ സീരിയൽ കണ്ടിട്ട് കുറെ നാളൊക്കെ സബ് ഇൻസ്പെക്ടറിനെ വെച്ച് ഓടിച്ചു. SI ആയിരുന്നു, SI മീശ വെച്ച് AC, അല്ലെങ്കിൽ നിഷ്കളങ്കനായ ഗുണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സീരിയൽ കൊണ്ടുവരും. അതിനകത്ത് കുറേ ആക്ഷനും റിയാക്ഷനും കണ്ണുമുളപ്പേരും അമിതമായ ഓവർ ആക്ടിങ്ങും, എന്നിട്ട് കുറെ ആനക്കിടുന്ന കൂട്ടത്തിൽ കുറെ പേരും ബഹളവും, ഈ കല്യാണത്തിന് പോയി ഈ തുണിക്കടയിൽ ഡിസ്പ്ലേക്ക് ഇടുന്ന പോലെ കുറെ ഡ്രസ് ഇടിയിലും ഈ മാറുവാഴി. ഞാൻ പറഞ്ഞില്ലേ, ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ സീരിയൽ. മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എല്ലാ കലാപരിപാടിയും നമ്മുടെ കേരളത്തിലെ സീരിയലിനകത്ത് കൊണ്ടുവരും. അവരുടെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ, അതിൻ്റെ സെലിബ്രേഷൻസ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് കാണിക്കും. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ആ നാട്ടിലെ ആൾക്കാർ ഒരുങ്ങുന്ന പോലെ നമ്മൾ മലയാളി ചേച്ചിമാരെ വെച്ച് ഒരുക്കും. എന്നിട്ട് കുറേ ഡയലോഗ് അടിയുണ്ട്. ഓഹോ, വിശുദ്ധനായ ഗുണ്ട. നാട്ടിലുള്ള 7 മണി മുതൽ 10 മണി 11 മണി വരെ കുറേ ചേച്ചിമാര് ഇതൊക്കെ കണ്ട് വീട്ടിൽ അനുകരിക്കാൻ ശ്രമിക്കാൻ നേരത്തെ എന്ത് പറ്റും, ജീവിതം കുട്ടിച്ചോറായിപ്പോ. അപ്പം എങ്ങനെയെങ്കിലും വനിതാ കമ്മീഷൻ ഇതുപോലുള്ള സീരിയലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെൻസർ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കണ്ട് സഹിക്കുന്നതെന്നുള്ളത്? എങ്ങനെ സഹിക്കും ഈ സാധനമൊക്കെ? ഇതൊക്കെ എന്നോ സെൻസർ ചെയ്യേണ്ടത്. പാഷാണം കലക്ക്, ബഹളം, അപ്പുറത്ത് വാലി കാച്ചി, ഇവിടെ ആത്മഹത്യ, ഒരു സൈഡിൽ നോക്കുന്നിടത്ത് നാഷണൽ പെർമിറ്റ് വണ്ടി ഒരുങ്ങി പോകുന്ന പോലെ കുറെ ചേച്ചിമാര് പോകുന്നു, കല്യാണം, ബഹളം, സിവിൽ സർവീസ്, കളക്ടറും IPSഉം പരദൂഷണം പറയുന്നു. തിരുവനന്തപുരം മേയർ വില്ലത്തിയാകുന്നു, തോക്ക്, വെടിയുണ്ട, ബഹളം, ചിലതൊക്കെ തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്ന കാണണം ചില സീരിയലിനകത്ത് ചേച്ചിമാര്. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടിയാണ്. എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കിയിട്ട് ഈ സീരിയലുകളുണ്ടോ കുറച്ചുകൂടെ ഈ എപ്പിസോഡൊക്കെ കുറച്ച് നമ്മൾ സീരിയലും അല്ലെങ്കിൽ വെബ് സീരീസും ഒക്കെ പോകുന്ന പോലെ അത്യാവശ്യം കഥയൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പേജ് കാണുന്ന കമൻറ്റ് ചെയ്യുക അഭിപ്രായം, അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി.